സങ്കടങ്ങളെ പൊതിയും കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ സൂക്ഷിക്കും. പുത്രനെ മഹത്വപ്പെടുത്തും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥനയോടുകൂടെ ദൈവ സന്നിധിയിലിരിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുപാദപീഠത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുന്ന പ്രിയ ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ രാജു പാസ്റ്റർക്ക് കുടുംബമായി കടന്നു വരുവാനും ഈ ദിനങ്ങളിലൊക്കെ നമ്മളോടൊപ്പം ആയിരിക്കാനും നമ്മുടെ മീറ്റിങ്ങുകളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സന്ദേശത്തെ നൽകുവാനൊക്കെ കർത്താവ് സഹായിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പ്രിയ ഗിൽബർട്ടിനും കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ദിവസം UK നിന്ന് പ്രിയ സാംകുട്ടി പാസ്റ്റർക്കും സിസ്റ്റർ ഗ്ലോറിക്കും കടന്നു വരുവാനും ഇന്ന് നമ്മുടെ മധ്യത്തിൽ നമ്മളോടൊപ്പം ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവ് അവസരം ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം പ്രിയ സുജി ബ്രദറിനും നാട്ടിലെത്തിച്ചേരുവാൻ കർത്താവ് സഹായിച്ചു. പ്രിയ സാമും കുടുംബമായി നമ്മുടെ മധ്യത്തിലുണ്ട്. ഫെയ്ത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമ്മളെല്ലാവരെയും ദൈവം പരിപാലിച്ചു. ദൈവമാണ് നമ്മളെ പരിപാലിച്ചത്. ദൈവമാണ് നമ്മളെ സൂക്ഷിച്ചത്. ഈ ഉത്തമ ബോധ്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. നമ്മൾ ഈ ആരാധനാലയത്തിൽ കടന്നു വരുന്നത് കർത്താവ് ചെയ്ത നന്മകളെയും ഉപകാരങ്ങളെയും ഒക്കെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സ്തുതികൾ സ്തോത്രങ്ങളൊക്കെ അർപ്പിച്ച് കർത്താവിനെ സ്തുതിക്കുന്നതിന് വേണ്ടിയാണ്, കർത്താവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഈ വായിച്ച സങ്കീർത്തനത്തിനകത്ത് ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, പല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, പല വെല്ലുവിളികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പലതരത്തിലുള്ളതായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ചലഞ്ചസുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇടമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. ഈ ഹൃദയം ക്ഷീണിക്കുന്നതാണെന്ന് നാം ഈ വചനം നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്. ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണ്, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഹൃദയം ക്ഷീണിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നാം എന്താ ചെയ്യുന്നത്? ഹൃദയം ക്ഷീണിക്കുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുകയാണോ? നിരാശപ്പെട്ടിരിക്കുകയാണോ? പിറുപിറുപ്പാണോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? ഹൃദയം ക്ഷീണിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിലൂടെ ഈ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണ്. തൻ്റെ മകൻ അബ്ശാലോം തനിക്കെതിരായി കടന്നു വരുന്ന സന്ദർഭം, തൻ്റെ രാജകൊട്ടാരം വിട്ട് ഹല്ലേലൂയ ഒലിവ് മലയിലേക്ക് താൻ കടന്നു പോകുന്നതായ സന്ദർഭം, ഈ സന്ദർഭത്തിലൊക്കെ വളരെയേറെ ഹല്ലേലൂയ മനോവേദനയിലൂടെ കടന്നു പോകുന്നതായ സന്ദർഭത്തിൽ ദാവീദ് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ഹൃദയം ക്ഷീണിച്ചിരിക്കുമ്പോൾ പരാതി പറയുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഹൃദയം ക്ഷീണിച്ചിരിക്കുമ്പോൾ സങ്കടപ്പെടുകയല്ല, വേവലാതിപ്പെടുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ദാവീദ് പറയുകയാണ്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. ആ കർത്താവ് ആരാണെന്ന് ദാവീദ് ഈ വചനഭാഗത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. കാരണം എനിക്ക് അത്യുന്നതമായ ഒരു പാറയുണ്ട്, അത്യുന്നതമായ ഒരു പാറയുണ്ട്. ഇന്ന് പകൽവേളയിൽ ഹൃദയം ക്ഷീണിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൃദയത്തിൻ്റെ അകത്ത് ഹല്ലേലൂയ ഈ ഒരു കാര്യം നിങ്ങൾ എഴുതി വെക്കണം. എനിക്കും അത്യുന്നതമായൊരു പാറയുണ്ട്. ഇളകാത്ത, മാറാത്ത, വാക്കു പറഞ്ഞാൽ മാറാത്ത ഹല്ലേലൂയ ശക്തനായ ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. അത്യുന്നതമായൊരു പാറ എനിക്കുണ്ട്. എനിക്കൊരു സങ്കേതമുണ്ട്. ശത്രുവിന് എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എനിക്ക് ഉറപ്പുള്ള ഗോപുരമുണ്ട്. മാത്രമല്ല ദാവീദ് പറയുകയാണ്, എനിക്ക് എന്തുണ്ട്? ഒരു കൂടാരമുണ്ട്. കൂടാരം
ആ കൂടാരത്തിൽ ഞാൻ സുരക്ഷിതനാണ്, സുരക്ഷിതയാണ്. ഹല്ലേലൂയ. ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. പ്രാർത്ഥിക്കുന്നവർക്കേ അത് പറയുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഹൃദയം ക്ഷീണിക്കുന്ന സന്ദർഭത്തിനകത്ത് നമ്മൾ നിരാശപ്പെട്ട് വേവലാതി പിടിച്ച് ഹല്ലേലൂയ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പറയുവാൻ കഴിയത്തില്ല, എനിക്കൊരു കൂടാരമുണ്ട്, ആ കൂടാരത്തിൽ ഞാൻ സുരക്ഷിതനാണ്, ആ കൂടാരത്തിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ മാറോട് ചേർന്ന് എനിക്ക് ഇരിപ്പാനായിട്ട് സാധിക്കും. എൻ്റെ വേദനകളെ ആ കർത്താവിനോട് എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ദാവീദ് മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്, എനിക്ക് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഒരു ചിറകിൻ്റെ മറവുണ്ട്, ഒരു ചിറകിൻ്റെ മറവ്. ഇന്ന് പകൽവേളയിൽ ദൈവപാദപിടത്തിലായിരിക്കുന്ന ദൈവജനമേ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ചലഞ്ചസുകൾ ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതാദ്യം ബാധിക്കുന്നത് ഈ ഹൃദയത്തെയാണ്. ഈ ഹൃദയം വേദന നിറയും, സങ്കടം നിറയും. ഈ ഹൃദയം നിരാശപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒത്തിരി ലോഡ് കൂടുമ്പോൾ ഈ ഹൃദയത്തിന് താങ്ങാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ കടന്നു വരും. പക്ഷെ ദാവീദ് പറയുകയാ, അങ്ങനത്തെ സന്ദർഭത്തിൻ്റെ അകത്ത് എനിക്ക് പ്രാർത്ഥിക്കുവാൻ, എൻ്റെ ഹൃദയത്തെ പകരുവാൻ എനിക്കൊരു കർത്താവുണ്ട്. ആ കാതുകൾ മന്ദമായി പോയിട്ടില്ല, ആ കരങ്ങൾ കുറുകിയിട്ടില്ല. എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. അത്യുന്നതനായ പാറയാണ് എൻ്റെ ദൈവം, എൻ്റെ സങ്കേതമാണ് എൻ്റെ കർത്താവ്. ഉറപ്പുള്ള ഗോപുരമാണ്, എൻ്റെ കൂടാരത്തിൽ എന്നെ മറയ്ക്കുന്ന ഒരു കർത്താവാണ്. ആ ചിറകിൻ മറവിൽ എന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ഇന്ന് പകൽവേളയിൽ ആ കർത്താവിലേക്ക് നമുക്ക് അഭയം പ്രാപിപ്പാം. ആ മാറിടത്തിലേക്ക് നമുക്കൊന്ന് ചാരിയിരിക്കാം. ഹല്ലേലൂയ. ദുഃഖത്തോടെ ഭാരത്തോടെ ഒക്കെയാണ് കടന്നു വന്നതെങ്കിൽ അങ്ങനെ തന്നെ മടങ്ങിപ്പോകരുത്. ആ കർത്താവിലൊന്ന് ആശ്രയിക്കുന്നതിന് വേണ്ടി നമ്മളെ ഒന്ന് ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. എല്ലാ കണ്ണുകളൊന്ന് കർത്താവിൻ്റെ സന്നിധി അടച്ചേ. ഹല്ലേലൂയ. ആ കർത്താവിലേക്ക് ഒന്ന് ചാരിയിരുന്നേ, കർത്താവിലേക്ക് ഒന്ന് ചാരിയിരുന്നേ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയവും കർത്താവിൻ്റെ ഹൃദയവുമായിട്ട് ഇങ്ങനെ അടുത്തൊന്ന് വരട്ടെ. ഹല്ലേലൂയ. നിൻ്റെ ഹൃദയത്തിൻ്റെ ക്ഷീണവും തളർച്ചകളും എല്ലാം മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ശത്രുവിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നീ ക്ഷീണിച്ചവനായി തീരണം. ഹല്ലേലൂയ. നീ മാനസികമായി ക്ഷീണിച്ച്, ശാരീരികമായി ക്ഷീണിച്ച് നിന്നെ ഒതുക്കി കെട്ടുന്നതിന് വേണ്ടി ശത്രുവാകുന്നവൻ പ്ലാൻ ചെയ്താൽ ദൈവജനം പറയണം, ഹല്ലേലൂയ, എനിക്ക് ഉറപ്പുള്ള ഒരു കർത്താവുണ്ട്, അത്യുന്നതനായ ഒരു ദൈവമുണ്ട്, എനിക്കൊരു സങ്കേതമുണ്ട്, ഉറപ്പുള്ളൊരു ഗോപുരമുണ്ട്, എന്നെ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ചിറകിൻ്റെ കീഴേ ഞാൻ സുരക്ഷിതനാണ്, സുരക്ഷിതയാണെന്ന് ഇന്ന് പകൽ വേളയിൽ നമ്മൾ പറയണം. തളരുവാനല്ല വന്നേ, ക്ഷീണിക്കുവാനല്ല വന്നത്. ഇന്ന് പകൽ വേളയിൽ ബലം പ്രാപിച്ചവനായി, ശക്തി പ്രാപിച്ചവനായി, ബലമേറ്റെടുത്തവളായി, ശക്തി ഏറ്റെടുത്തവളായി കർത്താവിനോട് ചേർന്നിരുന്ന് അഭയം പ്രാപിച്ച് ഒരാത്മബലം നമ്മൾ അകത്തേക്ക് വ്യാപരിക്കുന്നതിന് വേണ്ടി നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്ക് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ അങ്ങ് അറിയുന്ന കർത്താവേ, എൻ്റെ ക്ഷീണം അങ്ങ് അറിയുന്നു. ശാരീരിക ക്ഷീണം, ഹൃദയത്തിനകത്ത് വന്ന വേദനകൾ, മനോവേദനകൾ എല്ലാം ദൈവം അറിയുന്നു. ആ ഭാരങ്ങളെയൊക്കെ ആ കർത്താവിലേക്കൊന്ന് കൊടുത്തിട്ട് ഇന്ന് പകൽവേളയിൽ നിങ്ങളൊന്ന് ആത്മാവിലൊന്ന് ഫ്രീ ആയിക്കേ, ഒന്ന് ഫ്രീ ആയിക്കേ, ദൈവസന്നിധിയിൽ ഒന്ന് ഫ്രീ ആയിക്കേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന ഒരു ഹൃദയമായി തീരുന്നതിന് വേണ്ടി, ദൈവശക്തി വ്യാപരിക്കുന്ന ഒരു ഹൃദയമായി തീരുന്നതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുപാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളുടെ ഹൃദയം ക്ഷീണിക്കുന്നതാ കർത്താവേ, ഞങ്ങൾ തളർന്നു പോകുന്നവരാ, ഞങ്ങൾ നിരാശപ്പെടുന്നവരാ, ഞങ്ങൾ പരാതി പറയുന്നവരാ. എന്നാൽ അങ്ങ് ഞങ്ങളുടെ സങ്കേതമായി, അത്യുന്നതമായ പാറയായി, ഉറപ്പുള്ള ഗോപുരമായി, മറവായി, കൂടാരമായി, ഹല്ലേലൂയ, ചിറകടി ഞങ്ങളെ സൂക്ഷിക്കുന്ന കർത്താവായി ഞങ്ങളോടുകൂടെ ഉള്ളതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണം കർത്താവേ.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം സാക്ഷ്യത്തിനുള്ള സമയമാണ്. ആദ്യം കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് സാക്ഷ്യം പറയാം. അതിനുശേഷം സഹോദരി സഹോദരന്മാർ, അത്യാവശ്യമുള്ള പ്രിയപ്പെട്ടവർ, പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുവാനുള്ളവർ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാം. നമ്മുടെ മധ്യത്തിൽ നമ്മുടെ പ്രിയ ദൈവദാസന്മാർ 2 പേരുമുണ്ട്. അവർക്ക് വചനം ശുശ്രൂഷിപ്പാനുള്ള സമയം കൂടെ നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സമയത്തെ എല്ലാവരും തക്കത്തിൽ ഉപയോഗിക്കുക. കുഞ്ഞുങ്ങൾ എഴുന്നേറ്റാട്ടെ. കൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായേ, കാണുന്നെൻ്റെ പായേ. കൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ, കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായേ, കാണുന്നെൻ്റെ പായേ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, 1000 സൂര്യനെ വെല്ലുന്ന ശോഭയെ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, 1000 സൂര്യനെ വെല്ലുന്ന ശോഭയെ. ഇലാണി പഴുതു കാട്ടി അവൻ മേഘാരൂഢനായി വാനിൽ, കൈലാണി പഴുതു കാട്ടി അവൻ മേഘാരൂഢനായി വാനിൽ. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായേ, കാണുന്നെൻ്റെ പായേ. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായേ, കാണുന്നെൻ്റെ പായേ. കർത്താവിൻ്റെ വഴി ഒരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവീൻ. മത്തായി 3:3. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മത്തായി 3:3. കർത്താവിൻ്റെ വഴി ഒരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവിൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മത്തായി 3:3. കർത്താവിൻ്റെ വഴി ഒരുക്കി അവൻ്റെ പാത നിരപ്പാക്കുവീൻ. ആമേൻ. തന്നെത്താൻ ഉയർന്നവരെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ന്നവരെല്ലാം ഉയർത്തപ്പെടും. ലൂക്കോസ് 18:14. പ്രൈസ് ദി ലോർഡ്. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. മത്തായി 6:19. യാക്കോബ് 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത് ജീവകിരീടം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. കന്യാശിക്കാൻ തന്നെ കാത്തു സൂക്ഷിച്ച് പോക്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ടായിരുന്നു. നല്ല ദൈവത്തിലെ ജീവിപ്പാൻ എനിക്ക് പ്രാർത്ഥിക്കും. ദാനിയേൽ 1:8. എന്നാൽ ദാനിയേൽ രാജാവിൻ്റെ ഭോജനം അവൻ കുടിക്കുന്ന വീഞ്ഞും കൊണ്ട് തന്നെത്താൻ ഇഷ്ടമാക്കിയെല്ലാം ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് ഇഷ്ടവയ്പ് ഇടവരുത്തരുത് എന്നാണ് ഷണ്ടാധിപനോട് അപേക്ഷിച്ചു. ദൈവത്തിന് സ്വത്രം കന്യരാജക്കാലം കാത്തുസൂക്ഷിച്ചു. എൻ്റെ പോക്കിലും വരലും എൻ്റെ വിദ്യാഭ്യാസം ദിവസം കൊണ്ടു. തുടർന്ന് ദൈവത്തിലെ വളരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എഫേസ്യർ 3:20-21. എന്നാൽ ഞാൻ ചോദിക്കുന്നു, എനിക്കെന്തെങ്കിലും അത്യന്തപരമായി നടത്തുവാൻ കഴിയുന്ന നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുമെന്നും സഭയിലെ ക്രിസ്തുയേശുവിലേക്ക് എന്നേക്കും തലമുറ നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. കൈനാഴ്ചക്കാലം കാത്തുവച്ചു. എൻ്റെ പൊക്കിലെ ദൈവസ്ഥാനത്തെയും കൂടിയിരുന്നു. തുടർന്നും ദൈവപൈതല ജീവിപ്പല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദാനിയേൽ 1:8. എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ട് അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ട് തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ടാധിപനോട് അപേക്ഷിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. കന്യാശിക്കാലം ദൈവം കാത്തുസൂക്ഷിച്ചു. എൻ്റെ പോക്കിലും വരവിലും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. തുടർന്നും ഒരു ദൈവപൈതല വളരാൻ എനിക്കിനി പ്രാർത്ഥിക്കണം. Praise God. God has given us wonderful opportunity. Stand for and please pray for me. From Saturday onwards, my board exams are starting. Please keep me in your prayers. I would like to sing verse my Bibles. 1 Peter chapter 1 verse 5. Casting all your cares upon him, for he cares for you.
സങ്കീർത്തനം 24:1 ഭൂമിയെ അതിൻ്റെ പൂർണ്ണതയും ഭൂതലോ അതിൻ്റെ നിവാസികളെ യഹോവയ്ക്കുള്ളതാവുന്ന ദൈവത്തിന് സ്വന്തം കഴിച്ചുകൊള്ളുന്ന ദൈവനെ കാശു വരാം നാമത്തിൽ നിന്ന് കൂടുന്ന വിടുവിച്ച് തുടർന്ന് ദൈവലജിപ്പ എല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പേൻ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞാഴ്ചക്കാലം കർത്താവ് കാസൂഷിച്ച് വരാനാവുന്ന വിടുവിച്ചു. വിദ്യാഭ്യാസ മേഖല ദൈവത്തിന് സാന്നിധ്യം കൂടുണ്ടായിരുന്നു. പ്രത്യേക എൻ്റെ പ്രാക്ടിക്കൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ചെയ്യുവാനും അതിലുപരി ദൈവല ജീപ്പാനും പ്രാർത്ഥിക്കുന്നു. എഫേസ്യർ 3:20-21 എന്നാൽ നാം ചോദിക്കുന്നിരിക്കുന്നു അത്യുന്നതപരമായി നമ്മെ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിവുള്ളവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അത്താലിച്ച് പോകുന്ന സാന്നിധ്യം കൂടുതലും രചിപ്പല്ല എനിക്ക് പ്രാർത്ഥിക്കണം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. യാക്കോബ് 1:12 ദൈവത്തിൻ്റെ സ്തോത്രം. കഴിഞ്ഞാഴ്ചക്കാലം ദൈവനെ കാസൂഷിച്ചു. എൻ്റെ പോക്കിലെ വരവിൽ എൻ്റെ വിദ്യാഭ്യാസ മേഖലകളിൽ സാന്നിധ്യം ഉണ്ടായിരുന്നു. തുടർന്ന് നല്ലൊരു ദൈവത്തിലായി ജീവിക്കാനുള്ള ഞാൻ പ്രാർത്ഥന ചോദിച്ചു. എന്നാൽ അറിയായ്മകളുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 17:30. അപ്പോസ്തലർ 16:31 കർത്താവ് യേശുവിൽ വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. കർത്താവ് യേശു വിശ്വസിക്കുന്ന നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 16:31. എൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. ആമേ. 1 പത്രോസ് 5:6 അതുകൊണ്ടാവും തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താന്നിരിപ്പിൻ. പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിനു തന്നെത്താൻ കാണിക്കുന്ന നാൾ വരെ മരുഭൂമിയിലായിരുന്നു. എന്നാൽ ദാനിയേൽ ദാര്യാവേശിൻ്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരേശിൻ്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. യോഹന്നാൻ 15:1 ഞാൻ സാക്ഷാൽ മുന്തിരിയുള്ളൂ, എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിയുള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനാകുന്നു. 1 പത്രോസ് 3:15 നിങ്ങളുള്ള പ്രത്യാശയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന യവനോട് സ്വാമിത ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. കന്യാസക്കാർ യവനെ കാസൂഷിന് പോക്കുരേന് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വെള്ളനാപ്തങ്ങൾ പിടിച്ചു ഞാൻ ദൈവത്തിലേക്കും പ്രാർത്ഥിക്കുന്നു. 1 പത്രോസ് 3:15 നിങ്ങളുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കാൻ അവനോട് സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പി. ദൈവത്തിന് സ്വന്തം കഴിച്ചുകൾ ദൈവനെ കാസൂഷിച്ചു. എൻ്റെ പോക്കിൽ എൻ്റെ വിദ്യാഭ്യാസ കാലത്തിന് കൂടെയായിരുന്നു. തുടർന്ന് ദൈവലായി ജീവിക്കാൻ എല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കണം. 1 പത്രോസ് 3:15 നിങ്ങളുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന അവനോട് സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പി. ദൈവത്തിൻ്റെ സ്വന്തം രാഷ്ട്രകാലം ദൈവത്തിൻ്റെ പോകലും പകലും കൂടിയിരുന്നു. പഠനത്തിലെല്ലാം ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്നു. പ്രത്യേക അടുത്ത ആഴ്ച മുതൽ എൻ്റെ എക്സാം തുടങ്ങുകയാണ്. നല്ലൊരു പഠിക്കാനും നല്ലൊരു വിജയം നേടുവാനും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരെ ഓരോ ദിവസവും സൂക്ഷിക്കുന്നതിന് വേണ്ടി, പരിപാലിക്കുന്നതിന് വേണ്ടി, ദൈവകൃപയിൽ വളർന്നു വരുന്ന തലമുറകളായി തീരുവാൻ ദൈവം അവരെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ബോർഡ് എക്സാമിനേഷൻ എഴുതുവാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ ദിനങ്ങളിൽ കർത്താവ് അവരെ ശാരീരികമായി കർത്താവ് ബലപ്പെടുത്തുവാൻ, മാനസികമായി ശക്തീകരിപ്പാൻ, വേണ്ടതുപോലെ പഠിപ്പാനും ഗ്രാസ്പ് ചെയ്യുവാനും ഒക്കെ ദൈവം പ്രിയ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോഹനയുടെ എക്സാമിനേഷൻ സാറ്റർഡേ മുതൽ ആരംഭിക്കുന്നു. അതുപോലെ ഹെപ്സിബയുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നു. ബെസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ച മുതൽ പ്രിയ പൈതലിൻ്റെ പരീക്ഷയൊക്കെ ആരംഭിക്കുകയാണ്. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദിവസങ്ങളെല്ലാ പ്രിയ കുഞ്ഞുങ്ങളെയും കർത്താവ് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രിയ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് ഒരാൾക്ക് ശബ്ദമുയർത്തി ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഹൃദയത്തോടങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങയുടെ പാദപീഠത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. അവർ കർത്താവേ ഹല്ലേലൂയ, അവരുടെ ശിശുപ്രായം മുതൽ കർത്താവേ അവരിന്ന് വരെ അവരെ കാത്തു പരിപാലിക്കുന്നുണ്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ അങ്ങയുടെ ദയ അവരോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ വളരും തോറും കർത്താവിന് വേണ്ടി അധിക ശോഭിപ്പാൻ സഹായിക്കണമേ. ഈ ലോകത്തിൻ്റെ പൊടിപടലങ്ങളിൽ ഒന്നും അവരകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ ദൈവമേ. മനസ്സ് പുതുക്കി
രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ദൈവഹിത ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന മക്കളാക്കി അവരെ ഒരുക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർ കേൾക്കുന്ന വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് കർത്താവെ ഹല്ലേലൂയ ക്രിസ്തു എന്ന തലയോളം വളരുന്ന മക്കളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ അവരുടെ സൺഡേ സ്കൂൾ പഠനത്തിലും കർത്താവെ അവരുടെ സ്കൂൾ ജീവിതത്തിൽ അവരുടെ കോളേജ് ജീവിതത്തിലും എല്ലാം ദൈവ സാന്നിധ്യം അവരോട് കൂടി ഇരിക്കണമേ. ആരും എഴുന്നേറ്റി പോവല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. കർത്താവെ അവരുടെ മാതാപിതാക്കൾ അവരെ ഓർത്ത് കർത്താവെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ കർത്താവെ ഹല്ലേലൂയ. ആരും നശിച്ചു പോവാൻ ഇടയാകാതെ ദൈവകൃപയിൽ അവരെയൊക്കെ വളർത്തിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടുന്ന ബുദ്ധി ജ്ഞാനവും വിവേകവും എല്ലാം കൊടുത്തു മാനിക്കുന്നതിനായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്ലീസ് ബി സീറ്റഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേഗത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാവുന്നതാണ്. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വിശുദ്ധ പകൽക്കാലം ചില മാസങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ടവരോടൊപ്പം ദേവദാസനും കുടുംബം, സാങ്കുട്ടി പാസ്റ്റർ കുടുംബം, അപ്പച്ചൻ അമ്മച്ചി സഹോദരങ്ങൾ കുടുംബം, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ, പ്രത്യേക ചില നാളുകൾക്ക് ശേഷം ഗിൽബർട്ടിനോടൊപ്പം എൻ്റെ കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിലെ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളായിരുന്ന സ്ഥാനത്തൊക്കെയും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് നമ്മുടെ വഴി നടത്തിയ ദൈവസ്നേഹത്തിനായ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവസഭയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. പ്രാർത്ഥിച്ച ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങളുടെ അവിടുത്തെ വേലയെ പ്രത്യേകം നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമേ. പല ഹിന്ദി സഹോദരങ്ങൾ കടന്നു വരുന്നവരാരും നഷ്ടപ്പെട്ടു പോകാനിടയാകാതെ വിശ്വാസത്തിൽ നിലനിൽക്കാനും ദൈവസ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാനും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്നാലും വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു മനസ്സിലാക്കിക്കൊണ്ട് ഉറപ്പോടെ നിൽക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രത്യേകം ചോദിച്ചുകൊള്ളുന്നു. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ വ്യാഴാഴ്ച മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു. യാത്രയിൽ ദൈവസാന്നിധ്യം കൂടെ ഇരിക്കുന്നതിനും എവിടെയായിരുന്നാലും ദൈവപ്രകാരമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് സാക്ഷി തന്നിരുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ വിശുദ്ധ പാൽക്കാലം ദൈവസാന്നിധ്യത്തിൽ ഒരു സാക്ഷി നിൽപ്പാൻ ദൈവം എനിക്കൊരുക്കി തന്ന വിലയേറെ നല്ല കൃപകൾക്കായി നന്ദി പറഞ്ഞ സ്തോത്രം ചെയ്യാൻ സ്തുതിക്കുന്നു. ഞാനായിരുന്നിടത്തെല്ലാം ദൈവസ്ഥാന സഹായങ്ങൾ ഉണ്ടായിരുന്നു. പഠിക്കാൻ ആവശ്യ ബുദ്ധി ജ്ഞാനം തന്നു. വിശേഷമല്ല എൻ്റെ ഫൈനലിൻ്റെ റിസൾട്ട് വരെ ഇടയായി തീർന്നു. ഞാൻ ചോദിച്ചില്ല നിനച്ചാൽ ഉപരിയായി എനിക്ക് നല്ലൊരു വിജയം കരസ്ഥമൊക്കെ ഇടയാക്കി തീർത്തു. 4 വർഷത്തെ എൻ്റെ പഠനകാലം വളരെ കഷ്ട സങ്കടം നിറഞ്ഞതായിരുന്നെങ്കിലും എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രാർത്ഥന 4 വർഷത്തെ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി ഉന്നത വിജയം അവിടുന്ന് പാസ് ഔട്ട് ആവാൻ എന്നെ സഹായിച്ചു. ദൈവദാസൻ്റെയും കുടുംബത്തിൻ്റെയും ദൈവമക്കളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന 4 വർഷം എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. തുടർന്ന് എൻ്റെ കർത്താവ് എന്നെ എപ്രകാരം ആഗ്രഹിക്കുന്നു അതുപോലായി തീരേണ്ടതിനും എൻ്റെ ഭാവി അനുഗ്രഹമായി തീരേണ്ടതിനും നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ദിവസം ഇരുന്നുള്ളൂ. ഹല്ലേലൂയ. അനർത്ഥ വ്യസനഹേതുവാകാതെ കർത്താവ് ഓരോ നിമിഷവും വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ചപ്ര സഭയിലെ കൺവെൻഷന് പോകാനിടയായി. പോയിച്ചു വന്നിട്ട് പെട്ടെന്ന് 10 മണിയൊക്കെ ആയിപ്പോയി വീട്ടിൽ വന്നപ്പോഴത്തേക്ക്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ചോറെടുത്ത് കഴിക്കുമായിരുന്നു. മരുന്നൊക്കെ കഴിച്ചതിന് ശേഷം ചോറും എടുത്ത് കഴിച്ചതിന് ഇരുന്നപ്പോഴുണ്ട് മൂത്ത മോൻ ഇങ്ങോട്ട് വിളിച്ചു. അവനുമായിട്ട് ഒന്നും വർത്തമാനം പറയാൻ പറ്റുന്നില്ല, നാവ് അങ്ങ് കുഴഞ്ഞ് വരുമായിരുന്നു. ചപ്പറ ഇരുന്നപ്പം എനിക്ക് എന്താ ഷുഗർ പറയുന്നതെന്നോ ഒന്നും എനിക്ക് മനസ്സിലായില്ല, എന്താ കാര്യമൊന്നും മനസ്സിലായില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ നിന്നതുകൊണ്ട് അനർത്ഥം വ്യസനഹേതുവായില്ല. ഞാൻ ആ കസേരയിൽ നിന്ന് മറിഞ്ഞു വീണു. പെട്ടെന്ന് അവൻ തന്നെ പാസ്റ്ററോടൊക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ എനിക്ക് തോന്നുന്നത് വീട്ടിൽ അവരെല്ലാവരും ഉറങ്ങിപ്പോയി. എന്നാൽ അവരെല്ലാം ഉണർത്തി എന്നെ എളുപ്പം ആശുപത്രി കൊണ്ടുപോകാനിടയായി. അവിടെയൊക്കെ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോഴും എനിക്കുള്ള ശരീരത്തിന് എന്താണെന്ന് അറിയത്തില്ല, എങ്കിലും അങ്ങ് മറിഞ്ഞു വീഴുമ്പോൾ അങ്ങ് തോന്നൽ പോലെ വരിക. അവിടെ ഞാൻ ഭയപ്പെടാതെ ധൈര്യപ്പെട്ട് നിൽക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലങ്ങൾ ഒത്തിരി എനിക്ക് അനുഭവിച്ചറിയാനുള്ള അനുഭവങ്ങളുണ്ട്.
പിന്നെയും നമ്മൾ തമ്മിൽ പ്രാർത്ഥനയാകുന്നു ഏറ്റവും വലുത്. ഹല്ലേലൂയ. അനേകർ വിളിക്കുകയും വിഷയങ്ങൾ ചോദിക്കുകയും വീട്ടിൽ വരികയും എല്ലാം ചെയ്ത എല്ലാവർക്കും വേണ്ടി പിന്നെയും ഞാൻ നന്ദി പറയുന്നു. ദൈവദാസന് കൂടുതലായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നെ കുടുംബമായിട്ട് അവർ എനിക്ക് വേണ്ടി ആ പാതിരാത്രി സമയത്ത് കടന്നു വന്ന് എന്നെ കൊണ്ടുപോയതിലോ ഹല്ലേലൂയ അതിനെല്ലാം ദൈവം ഏറെ അനുഗ്രഹങ്ങളായിട്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാന്ന്. ഹല്ലേലൂയ. എല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളായിരിക്കുന്നിടത്തും അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ സാക്ഷിയെന്ന് വിരമിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിൽ സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലിടയാക്കിയ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കർത്താവ് ഞങ്ങൾക്ക് നല്ലവനും വിശ്വസ്തനും വാക്ക് പറഞ്ഞിട്ട് മാറാത്ത ദൈവമായി കൂടെയിരുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മുഖത്തൊക്കെയും കർത്താവ് പ്രവർത്തിക്കുകയും ഇവരെയും സൂക്ഷിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ ദയയ്ക്കായി വിശ്വസ്തതയ്ക്കായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങൾ കടന്നു വന്ന നാൾ മുതൽ ഇന്നുവരെയും ദൈവത്തിൻ്റെ ദൃഷ്ടി കൂടെയിരുന്നു. അവർ ബുധനാഴ്ച കടന്നുപോയി. യാത്രയിലൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയും കൂടെയിരുന്നു. ഹല്ലേലൂയ. അവർ ജോലി പ്രവേശിപ്പാനൊക്കെ ദൈവം ഇടയാക്കി. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയും കൂടെ ഇരിക്കേണ്ടതിന് ഹല്ലേലൂയ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. പാസ്റ്ററേയും കുടുംബത്തെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന ഈ വിശുദ്ധ പൽക്കാലം ദൈവസന്നിധിയിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ എൻ്റെയും ജീവിതത്തിൽ ദൈവം അവിടുന്ന് തന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം ഞങ്ങളെ ഭദ്രമായിട്ട് എൻ്റെ ദൈവത്തിൻ്റെ ചിറകൻ്റെ മറവിൽ സൂക്ഷിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന ജോബിനെ കടന്നുപോയി. ഹല്ലേലൂയ. വ്യാഴാഴ്ച ഞങ്ങൾ പൈതലിൻ്റെ ഭവനത്തിൽ വാഹനമായിട്ട് കടന്നുപോയി. അവൾക്ക് ബുധനാഴ്ച പോകേണ്ടതായിരുന്നു. അന്നേരം അവൾ പറഞ്ഞു, മമ്മി നമുക്കെല്ലാവർക്കും കൂടെ ഞങ്ങളുടെ വീട്ടിലൊന്ന് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ എങ്കിൽ ആവട്ടെ എന്നൊക്കെ പറഞ്ഞു. എങ്കിലും പൈതൽ ഇവിടുന്ന് അവൾ തന്നെയാണ് ഇവിടുന്ന് വണ്ടി ഓടിച്ച് അവിടെ പോയി. അവിടെ ചെന്നിട്ട് അവിടുന്ന് തിരിച്ചും അവൾ തന്നെ ഓടിച്ച് വന്ന് കൂടെ ഒരു ആൻറ്റിയും കൂടെ അവളെ വിളിച്ച് അവളെ പഠിപ്പിച്ച ഒരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ കടന്നുപോയി. പലവിധമായ ആപത്തുകളൊക്കെ വരാവുന്ന സ്ഥാനത്ത് നിന്ന് ഹല്ലേലൂയ എൻ്റെ ദൈവം ഞങ്ങളെ വിടുവിച്ച്. പിന്നെയും ഹല്ലേലൂയ ഞാൻ ഇവിടെ വന്നപ്പോൾ അവൾക്ക് ശരീരത്തിന് എന്തെന്നില്ലാത്ത പ്രയാസങ്ങളൊക്കെ തോന്നി. ഹല്ലേലൂയ ശരീരത്തിന് വേദനയും കാലിനൽപ്പമില്ലാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും ഞങ്ങൾ ഹല്ലേലൂയ എണ്ണയൊക്കെ ഇട്ട് തടവി പൈതലിനെ വെള്ളമൊക്കെ ചൂട് പിടിപ്പിച്ച് പിറ്റേന്ന് രാവിലെ അവൾ ഞാൻ പറഞ്ഞു, മോളെ എന്നാൽ ഇന്ന് പോകണ്ട. അല്ല മമ്മി എനിക്കിത് പോയെങ്കിലോ പറ്റൂ, എൻ്റെ ജോലിയോടുള്ള വിഷയത്തിൽ എനിക്ക് പോകണം, എനിക്ക് മസ്റ്റായിട്ട് അവിടെ വണ്ടി കൊണ്ടു ചെല്ലണം എന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. വെള്ളിയാഴ്ച അവൾ ഇവിടുന്ന് കടന്നുപോയി. അവിടെ അവൾ ഇവിടുന്ന് വണ്ടി ഓടിച്ച് അവൾ തന്നെയാണ് കൊച്ചിയിൽ ചെന്നതും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ കൃപ അവളോട് കൂടെ ഇരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അവൾ വണ്ടി ഓടിച്ചെങ്കിൽ ദൈവസാന്നിധ്യം അവളോട് കൂടെ ഇരുന്ന് അവൾ ഭവനത്തിലായിരിക്കുമ്പോഴും എപ്പോഴും ഹല്ലേലൂയ ദൈവമായിട്ടുള്ളൊരു ബന്ധമാണ് അത്. എൻ്റെ ജീവിതത്തിൽ അത്ര ഒന്നും ഞങ്ങളായിട്ടില്ലെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നത് കൊണ്ടാണ്. നന്ദിയോടെ സ്തോത്രം. വെള്ളിയാഴ്ച ഞാനിവിടെ പ്രാർത്ഥനയ്ക്കിരുന്നപ്പോൾ ഹല്ലേലൂയ ജിൻസും ഒരിക്കലും ഇല്ലാത്തതുപോലെ എന്നെ വിളിക്കുന്നു. അന്നേരം ഞാൻ വിചാരിച്ചവൻ ഇന്ന് വെള്ളിയാഴ്ച വിളിച്ചത്. ഞാൻ ചോദിച്ചു, എടാ നീ പ്രാർത്ഥനയ്ക്ക് പോയില്ലേ? മമ്മി എനിക്ക് പനിയാണ് എന്ന് അവൻ എന്നോട് പറഞ്ഞു. അവന് വളരെ പനിയായിരുന്നു. ഞാൻ ചോദിച്ചു ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇല്ല മമ്മി ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകത്തില്ല. അവനൊരു പ്രാർത്ഥനയും വിട്ടുകളയുന്നതല്ല. ഇവിടുന്ന് ഡോളയൊക്കെ കൊണ്ടുപോയി അത് കഴിച്ച് അന്ന് തന്നെ 3 മണിയായപ്പോൾ ഞാൻ പൈതലിനെയും വിളിച്ചപ്പം പറഞ്ഞു, മമ്മി എനിക്കും പനിയാണ്. ഞാൻ വളരെയേറെ എൻ്റെ ഹൃദയത്തിന് വല്ലാത്ത വേദനയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് 2 പേരും പനിയായല്ലോ. ഞാൻ ചിന്തിച്ച് അതിൻ്റെ നടുവിലെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കര അവരോട് കൂടെ ഇരുന്ന് അവിടെ ദൈവം അവിടുന്ന് പൂർണ്ണമായിട്ട് വിടുവിച്ച്. ഹല്ലേലൂയ. നമ്മുടെ സഭയുടെയും ദൈവദാസൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. തുടർന്നും പെൺപൈതലായിരിക്കുന്ന സ്ഥാനത്ത് അനീഷിനെ ഓർത്തും എൻ്റെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ജോബിനെ വണ്ടി അവിടെ ഓടിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അവളോട് കൂടെ ഇരിക്കണം. പള്ളിമുക്കിൽ നടന്ന ആപത്ത് നമ്മൾ ഓർത്തപ്പോൾ ആ പ്രിയ പൈതൽ ഇന്നലെ സാക്ഷി പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഞാൻ വളരെ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് പിന്നെ നമ്മുടെ വാഹനം ഓടിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നന്ദിയോടെ സ്തോത്രം. പിന്നെ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്.
ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി വെളുതെ മക്കൾ ഒത്തൊരുമിച്ചും പാസ്റ്റോടും കുടുംബത്തോടും കടന്നു വന്ന പാസ്റ്റർ കുടുംബത്തോടും ഞങ്ങൾക്ക് ഒരുമിച്ചൊരു സാക്ഷി നിൽപ്പാൻ വലിയ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം അമ്മച്ചിയുടെ ഇതിനു വേണ്ടി ഞങ്ങൾ കടന്നു വന്നതാണ്. ഈ വർഷം കടന്നു വരുന്നില്ല, അടുത്ത വർഷം ഞങ്ങൾ വരാമെന്ന് വിചാരിച്ചാണ്. എന്നാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് 10 ദിവസത്തെ ഒരു 10 അല്ല 7 ദിവസത്തേക്ക് ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരേണ്ട വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കടന്നു വന്നത്. മറ്റന്നാൾ ബുധനാഴ്ച ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോവുകയാണ്. നാളെ ഒരു കല്യാണമുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം യോജിക്കുന്നു. അവിടെ ആയിരിക്കുന്ന ടൈറ്റസ് പ്രത്യേകം പാസ്റ്റർ കുടുംബത്തെ ഇവിടുത്തെ ഓരോരുത്തരെയും പ്രത്യേകം അന്വേഷിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കിടന്നുള്ളൂ, കുഞ്ഞുങ്ങൾ അവിടെ ആയിരിക്കുന്നു. ടൈറ്റസും സാഞ്ചൻ്റെ പെങ്ങടെ മോളും ഒക്കെ അവിടെ ഉണ്ട്. അവർ കുഞ്ഞിനെ നോക്കിക്കോളും. ആ വിശ്വാസത്തോടെയാണ് കടന്നു വന്നത്. ഇന്നലെ വിളിച്ചപ്പോഴും പറയുകയാണ്, ആൻറ്റി ഇവിടെ ഉള്ളവളെല്ലാവരും എൻ്റെ അന്വേഷണം പറയണമെന്ന് പറഞ്ഞു. ഇന്നത്തെ ദിവസം രണ്ടാമത്തെ ആരാധനയാണ് ഞങ്ങൾ ഇവിടുന്ന് രാവിലെ 5:30 റാന്നി പ്രദേശത്ത് കടന്നു പോയി. ഞാനും സാഞ്ചാനും ജോണിക്കുട്ടിവരോടാണ് കടന്നു പോയത്. ഞങ്ങൾ താമസിച്ചത് ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് താമസിച്ചത്. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥന കൊണ്ട് സാക്ഷി തരുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വിശുദ്ധ പകൽക്കാലം സഭയായി വിശേഷിച്ച അടിയൻ്റെ കുഞ്ഞുങ്ങളോടും സാങ്കുട്ടിയും കുടുംബം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ ദാസനും കുടുംബത്തോടും ഒന്നിച്ച് എൻ്റെ കർത്താവിനെ ഇന്ന് പാൽക്കാലം മഹത്വപ്പെടുത്തുവാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്മകൾക്കുമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ചതുപോലെ കർത്താവ് ഓരോ നിമിഷവും അതിശയകരമായി അത്ഭുതകരമായി ദൈവം ഞങ്ങളെ കുടുംബമായി കുഞ്ഞുങ്ങളായിരുന്ന സ്ഥാനത്തൊക്കെയും അവരെ കാത്തു പരിപാലിച്ചു. ഇന്ന് പാൽക്കാലം നല്ല ദിവസമായ രാജു കടന്നു വന്നിട്ട് പ്രിയ കുഞ്ഞുങ്ങളോടൊപ്പം എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പാൽക്കാലം ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നാലും എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലവരെ മറച്ചുകൊണ്ട് ഇത്രത്തോളം നടത്തിയ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ദൈവമായ കർത്താവ് സഭയായി നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ഞങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കെല്ലാം അനുഗ്രഹമായിരുന്നു. അത്രമാത്രം ദൈവം ഞങ്ങളെ വിടുവിച്ച് ഓരോ ആവത്തനത്തും എല്ലാം വിടുവിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാവുന്നു. പാൽക്കാലവും കുഞ്ഞുങ്ങളെ പുറത്തും കടന്നു വന്നു. പ്രിയ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അവർ സമൂഹം കടന്നു വന്നു. എന്നാൽ ദൈവമായ കർത്താവ് അവർ ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ കാത്തു പരിപാലിക്കേണ്ടതിന് അവസരങ്ങളെല്ലാം വിടുവിക്കുന്ന വിശേഷം കർത്തവേലയിൽ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ. നമ്മുടെ ഇവിടുത്തെ കൂട്ടല്ല, ദൈവമായ കർത്താവ് അവരെ ക്ഷമത്തോടെ അനുഗ്രഹത്തോടെ കർത്താവ് കാത്തു സൂക്ഷിക്കേണ്ടതിന് ഇടമടക്കിയ യാത്രയിലും കർത്താവിൻ്റെ സാന്നിധ്യം പകരേണ്ടതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസ്ഥാനത്തിൽ താഴെ ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനസത്തിലാൽ പൂണ്ടു കേരിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി പ്രിയ സഹോദരങ്ങളെ, നാളെ നിങ്ങളുടെ ടീമിൻ്റെ ഒരു മുറ്റത്തെ കൺവെൻഷൻ നടക്കുകയാണ്. കുണ്ട്ര അമ്പിപ്പയിൽ ചെക്കാലം അനീഷ് കാവാലമാണ് വചനം പ്രസംഗിക്കുന്നത്. നിങ്ങൾ കഴിയുന്നതും ആൾക്കാർ ഒന്നിയെഴുതാൻ ഞാൻ അപേക്ഷിക്കും. പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പ്രത്യേകമായി പറയുന്നു. ഒരു തുള്ളി കണ്ണുനീര് അതിനുവേണ്ടി നിങ്ങൾ ഒഴുക്കണം. 19 വയസ്സുള്ള ഒരു പെൺകൊച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂട്ടർ ഓടിച്ചുകൊണ്ടൊന്ന് മറിഞ്ഞു വീണ് തലച്ചോറ് വെളിയിൽ അല്പം വന്നായിരുന്നു. അവിടെ വെച്ച് അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഏതാണ്ട് മാസങ്ങളോളം ആ പാവപ്പെട്ട കുടുംബം ചികിത്സിച്ചു. ഐസിയുലായിരുന്നു. ഇപ്പോൾ അവളെ നാട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. മരിക്കാനായിട്ട് വീട്ടിൽ കൊണ്ട് കിടത്തി. അവൾ കസേരയിൽ എഴുന്നേറ്റിരിക്കുന്നു. ഇപ്പോൾ അവൾക്ക് മൂക്കിനകത്തൂടെ ആഹാരം അരച്ചു കൊടുക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഒരു കുഞ്ഞെന്ന പോലെ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനും പോയി പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനെ വിടുവിക്കും എന്ന് ഞാൻ വ്യക്തമായി ദൈവാത്മാവിൽ ആ കുടുംബത്തോട് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ വിടുവിക്കുമ്പോൾ ഈ സഭയുടെ കെട്ടുപാടിൽ നിന്നും ആ ചുറ്റുപാടിൽ നിന്ന് നിങ്ങൾ വെളിയിൽ വന്ന്
പെന്തിക്കോസ് കൂട്ടായ്മയിൽ കടന്നു വരണം എന്ന് ഞാൻ പ്രത്യേകമായി അവരോട് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ആ കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അവിടെ ആ അത്ഭുതം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുവാൻ വേണ്ടി, അവൾക്കൊരു ജീവിതം ദൈവം കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ഡീനേൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക, റീനുവിൻ്റെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക, റിൻസിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുവാൻ ഈ സഭയെ ഏൽപ്പിച്ച അടിയൻ ആത്മാർത്ഥമായി പോകുന്ന എല്ലായിടത്തും പ്രാർത്ഥിക്കും. പാടുന്ന കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുവാൻ, പാടുന്ന പൈതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുവാൻ, വചനം പറയുന്ന ദാസന്മാരെ അവിടുന്ന് ശക്തീകരിക്കാൻ, ഈ വചനം ദൈവത്തിൻ്റെ ആത്മാവിനാൽ കേൾക്കുന്നവർക്ക് അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാൻ, അത് ദൈവത്തിൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഞങ്ങൾ ഓരോരുത്തരും തീരുവാൻ വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ശത്രുവിൻ ശല്യങ്ങൾ ഏശാതെ എന്നെ ആഴ്ച മുഴുവനും കാത്തതിനാൽ, ശത്രുവിൻ ശല്യങ്ങൾ ഏശാതെ എന്നെ ആഴ്ച മുഴുവനും കാത്തതിനാൽ, വീഴ്ചകൾ ഏശാതെ സൂക്ഷിച്ചതോർത്തിന്നു കാഴ്ച വയ്ക്കും എന്നെ നിൻ പാദത്തിൽ. വീഴ്ചകൾ ഏശാതെ സൂക്ഷിച്ചതോർത്തിന്നു കാഴ്ച വയ്ക്കും എന്നെ നിൻ പാദത്തിൽ. ശുദ്ധരോടൊന്നിച്ചു സ്തോത്രം ചെയ്യുവാൻ എന്നെ പാത്രനാക്കിയോനെ വാഴ്ത്തും നീപ്പോൾ. ശുദ്ധരോടൊന്നിച്ചു സ്തോത്രം ചെയ്യുവാൻ എന്നെ പാത്രനാക്കിയോനെ വാഴ്ത്തും നീപ്പോൾ. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളൊക്കെ എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷമേകിയ ഒരു പാട്ടാണത്. ശത്രുവിൻ്റെ ശല്യങ്ങളെ ശാദ കഴിഞ്ഞ ഒരാഴ്ച കാലത്ത് കർത്താവിനെ കാത്തു സൂക്ഷിച്ചു. വീണുപോകാവുന്ന സ്ഥലങ്ങളിൽ ഒക്കെ കർത്താവിനെ സൂക്ഷിച്ചു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവഫലമായി പരിപാലിച്ചു. ഞാൻ പലപ്പോഴും ഇന്ന് ദേവദാസന്മാർ രണ്ടുപേരും ഉണ്ടല്ലോ, എഴുന്നേൽക്കണ്ട എന്ന് വിചാരിച്ചിരുന്നെങ്കിലും എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേക സന്തോഷം കൊണ്ടും മാത്രമല്ല ഞാനിങ്ങനെ ചിന്തിക്കും, ഓരോ സൺഡേയിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങനെ കൈത്താങ്ങരുത് പോകുന്നതുകൊണ്ടാണ് എൻ്റെ നിലനിൽപ്പത് ഞാൻ മനസ്സിലാക്കുന്നു. പലപ്പോഴും ശാരീരികമായ ബലഹീനതകൾ, ക്ഷീണങ്ങൾ, പ്രയാസങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്. എന്നോട് എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, അച്ഛനൊരു കൂട്ടായ്മയ്ക്ക് ഇല്ലാതിരിക്കുന്നത് ഞങ്ങൾക്കൊരു വിഷമമാണെങ്കിലും ഒന്ന് സൂക്ഷിക്കണേ, കുഞ്ഞുങ്ങളൊക്കെ ജോലിക്ക് പോന്നു, അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ നോക്കണേ എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോഴായിരിക്കാം അത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സഞ്ചരിക്കുമ്പോഴായിരിക്കാം സംഭവിക്കുന്നതെങ്കിലും ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, ദൂതന്മാരുടെ ചുറ്റുമുണ്ട് കാവലായി, അവരെന്നെ പരിപാലിക്കും, സൂക്ഷിക്കുന്നത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവസ്ഥലായിരിക്കാനും എല്ലാ കൂട്ടായ്മകളിലും പങ്കെടുപ്പാനൊക്കെ ആവോളം കർത്താവ് ഇടയാക്കി. മാസയോഗത്തിൽ കടന്നു പോകാൻ ഇവിടെയാക്കി വലിയ അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച പ്രിയ കർത്താവിൻ്റെ ദാസൻ സ്ഥലത്തില്ലായിരുന്നു. അതും കൂടെ ഞങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് പ്രിയ കുഞ്ഞ് സാറും ഞാനും കൈതക്കുഴിയിൽ നമ്മുടെ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥനാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവിടെ ചെന്നു. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജോർജ് ചായന് വേണ്ടി പെട്ടെന്ന് പറഞ്ഞു, നമുക്ക് ചായന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ശാരീരികമായ ക്ഷീണത്തിലായിരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച ഒരു 10 മിനിറ്റ് കഴിഞ്ഞൊന്നും എനിക്ക് തോന്നുന്നില്ല, അടുത്ത മെസ്സേജ് വന്നു, ജോർജ് ചായൻ മരിച്ചുപോയി. സത്യത്തിൽ വളരെയേറെ ഖേദവും പ്രയാസവും തോന്നിയെങ്കിലും ഞങ്ങളെ പെട്ടെന്ന് അവിടെ നിന്ന് എല്ലാവരും ചേർന്ന് ജോർജ് ചായൻ്റെ വീട്ടിലേക്ക് കടന്നുപോയി. എനിക്ക് രാത്രി ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെ കടന്നു പോകുവാൻ. എങ്കിലും അവിടെ കടന്നു പോകുവാനും അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി മോർച്ചിലേക്ക് കൊണ്ടുപോകുന്നവരെ കുഞ്ഞുസാറും ഞാനും നമ്മുടെ ദൈവദാസന്മാരെല്ലാവരും ഒരുമിച്ച് അവിടെ ഇരിപ്പാനും മോർച്ചിലയിൽ പോയതിന് ശേഷമാണ് ഞങ്ങൾ കടന്നു വരുവാനായി തീർന്നത്. നാം ഒന്ന് ഓർക്കണം, നമ്മുടെ മുൻ സഭാ ശുശ്രൂഷകനാണ്. ഒന്നുമില്ലായ്മയുടെ കാലങ്ങളിലൊക്കെ ഇവിടെ ശുശ്രൂഷിച്ചു. ഈ ആലയമൊന്നും അല്ല അന്ന്, വളരെയേറെ മോശമായിട്ടുള്ളൊരാലയം. എങ്കിലും വർഷങ്ങളോളം അദ്ദേഹം ശുശ്രൂഷിച്ചു. അതുകൊണ്ട് നമുക്കൊരു പങ്കാളിത്തമുള്ളത്, നമ്മളാൽ കഴിവോളം ദൈവമക്കൾ കടന്നുപോയി അദ്ദേഹത്തെ കാണാൻ അവസരം ഉണ്ടാകുന്നെങ്കിൽ കാണണം.
എന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ നാളിലൊക്കെ ദൈവം അത്ഭുതകരമായി നടത്തി. എൻ്റെ ആവശ്യങ്ങളൊക്കെ കർത്താവ് കൂടിയിരുന്നു. പലപ്പോഴും ഭവനത്തിലൊക്കെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പോകും, ശിവമോളും ശിവമോനും അങ്ങ് ഹോസ്പിറ്റലിലേക്കും പോകും. അപ്പം ഞാനിങ്ങനെ ജോലിയിലൊക്കെ ഇരിക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു വലിയ ഞാനെങ്ങും ഇറങ്ങി പോകാറില്ല. ഒരു 2 വർഷക്കാലം കഴിഞ്ഞു എൻ്റെ പുരയിടത്തിലേക്ക് ഞാനൊന്ന് പോയിട്ടും. ഞാൻ ആ പരിസരത്ത് മാത്രമേ നിൽക്കാറുള്ളൂ. എങ്കിലും സുരക്ഷിതമായി കർത്താവ് സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം ഈ സന്ധ്യയിലും അവസരം തരുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടു. ശാരീരികമായ ബലവും കർത്താവ് തരേണ്ടതിനായി നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ട് വാക്കുന്നു. ദൈവത്തിൻ്റെ പരിശ്രമം വാഴ്ത്തുകൊണ്ടവരാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ എനിക്കും നിങ്ങൾ മധ്യ ഒരു സാക്ഷി നൽകാൻ അവസരമൊക്കെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ എല്ലാ ഇടപാടിലും പ്രവർത്തനങ്ങൾക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം ചോദിച്ചറിയാൻ കൊണ്ട് ദൈവം അവസരം ഒരുക്കൊണ്ടിരിക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് പരുത്തിയാർ എന്ന സ്ഥലത്ത് ഒരു ചെറിയ സ്ഥാപനം ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ സഹകരിച്ചിരുന്നു. ഞാനത് സൗകര്യാർത്ഥം ഓടനവട്ടം പള്ളിമുക്കിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. നാളെ രാവിലെ 9:30 മണിക്ക് അത് പ്രാർത്ഥിച്ച് ആരംഭിപ്പാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, തീരുമാനിക്കുന്നു. എല്ലാ ദൈവമക്കളും ഓർത്ത് പ്രാർത്ഥിക്കണം എന്നപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമവാഴ്ത്തോട് പറയട്ടെ. ഈ വിശുദ്ധ പാരസംഭവത്തെ സഭയത്തുള്ള ബന്ധത്തിൽ വേദിയിലാക്കിയ ദേവദാസന്മാരും ഓട് ചേർന്ന് സഭയുടെ ദേവദാസനോട് ചേർന്ന് ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവാടിനും ഒരുക്കിയ ഭാഗ്യത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലം ഞാനായിരുന്ന സ്ഥാനത്തൊക്കെ ദൈവം സൂക്ഷിച്ചു പരിപാലിച്ചു. എൻ്റെ യാത്രയിലും വാഹനയാത്രയിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയിരുന്നു. പ്രത്യേകാൽ സഭയുടെ സത്യേറെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളൊക്കെ ദൈവത്തോട് സൂക്ഷിച്ച് പരിപാലിച്ചു. മോള് 4 വർഷവും ആയിരുന്ന സ്ഥാനത്തൊക്കെ ദൈവം പരിപാലിച്ചു. പ്രാർത്ഥിപ്പാനല്ലാതെ നമുക്കൊരു കഴിവുമില്ല. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന എൻ്റെ പൈതങ്ങൾക്ക് വളരെ ഒരു അനുഗ്രഹമായിരുന്നു. 4 കൊല്ലവും പ്രിയ പൈതലായിരുന്ന സ്ഥാനത്ത് സൂക്ഷിച്ചു. നല്ലൊരു വിജയം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവദാസനും കുടുംബവും പ്രാർത്ഥിച്ച ദൈവമക്കൾക്കും പ്രത്യേകാലം എൻ്റെ നന്ദിയെ ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. പ്രിയ മോനും കഴിഞ്ഞ ഇന്നലെ അവൻ്റെ റിസൾട്ടും വരുവാൻ സഹായിച്ചു. അവന് വളരെ ടെൻഷനിലൊക്കെ ആയിരുന്നു. റിസൾട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞടാ, നീ ടെൻഷനൊന്നും വരുന്നില്ല, നീ ജയിക്കും. ജയവും തോൽവിയൊക്കെ അതിനകത്തുള്ളതാണ്. ഒന്നേ ജയിക്കും അല്ലേ തോൽക്കും. അവൻ രാത്രി ഞാൻ പറഞ്ഞടാ, നീ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് കേട്ടോ, അവനങ്ങ് ഉറങ്ങി. പിന്നെ ഇതിൻ്റെ വെളുപ്പിലായപ്പോൾ അവനും റിസൾട്ട് നോക്കിയപ്പോൾ അവനും ജയിച്ചു. ഓടി വന്ന് പറയുവാൻ സാധിച്ചു. ഞാൻ പറയും, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് വളരെ അനുഗ്രഹമാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും ആ പ്രാർത്ഥന അനുഗ്രഹമാണ്. വീണ്ടും സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എടുത്ത് ചെറിയ സാക്ഷ്യം തരുന്നുള്ളൂ. മനോവേദനകൾ, പല ശോധനകൾ, ഭയമേറും വീതമെന്നിൽ വന്നിടുമ്പോൾ തരി പോലും കുറവില്ല സ്നേഹമെന്നിൽ ചൊരിഞ്ഞിടും നാഥൻ പോക്കുവഴിയും തരും. നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രമേ എൻ ആത്മസഖി, എൻ്റെ യേശുവേ, എൻ്റെ ജീവനേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുവാറാകട്ടെ. നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പ്രിയ ദൈവദാസന്മാരോട് ചേർന്ന് ഒരു ദിവസം കൂടി കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിലും കർത്താവ് ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ചില പ്രത്യേക സാഹചര്യത്തിൽ 10 ദിവസത്തേക്ക് കുവൈറ്റിൽ നിന്ന് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ വലിയ വിശ്വാസങ്ങളായ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവം വെച്ചാൽ നാളെ വൈകിയ വേളയിൽ തിരിച്ച് വീണ്ടും മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെയും പ്രിയ സഭയുടെയും
പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു. വിശേഷാൽ ഇന്ന് വൈകിട്ട് അടിയൻ്റെ ഭവനത്തിൽ വെച്ച് ഒരു പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരികയും അടിയങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരണം ദൈവത്തെ ഓർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധി താണിരുന്നുകൊള്ളുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു പകൽക്കാലം വീണ്ടും ജീവനുള്ളവരുടെ ദേശത്തിൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ അവിടുന്ന് തന്ന കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ചില ദിനങ്ങളിൽ ശാരീരിക ക്ലേശങ്ങളാൽ ഭാരപ്പെട്ടിരുന്നെങ്കിലും ദൈവം ഇന്നത്തോളം എന്നെ വിടുവിച്ച് സമാധാനത്തോടെ അവിടുത്തെ വിശ്വസ്തൻ്റെ പാദപീഠത്തിൽ വരുവാൻ അവിടുന്ന് തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ അടിയന് വേണ്ടി അടിയങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും ദൈവദാസനും കുടുംബത്തിനും അടിയങ്ങളെ നന്ദി അറിയിക്കുന്നു. വീണ്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ദൈവസ്നേഹവും പ്രാർത്ഥനയും ചോദിക്കുന്നു. കഴിഞ്ഞ നിന്നിട്ടുള്ള പ്രാർത്ഥനയിൽ അടിയങ്ങളോട് ചേർന്ന് സഹകരിച്ച അടിയങ്ങൾക്ക് വേണ്ടി അവിടുത്തെ വിശ്വസ്തരണഞ്ഞ കർത്താവെ ഹല്ലേലൂയ മധ്യസ്ഥരണഞ്ഞ എല്ലാ വിശ്വസ്തർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. വീണ്ടും നിങ്ങൾ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എളിയ സാക്ഷിയിൽ നേരുന്നോളും. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത സമയത്ത് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ, ദൈവസഭ എല്ലാവരുടെയും മുൻപാകെ ഒരു സാക്ഷിയായി നിൽക്കാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനായിരുന്ന സ്ഥാനത്ത് ദൈവത്തിനെ കാത്തുസൂക്ഷിച്ചു. എൻ്റെ പഠന കാര്യങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂട്ടിരുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവർക്കും വീണ്ടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ ഭവനത്തിലൊരു പ്രാർത്ഥന വെക്കുവാൻ ഇടയായി. അതിൽ കടന്നു വന്ന ദൈവസഭയിലുള്ള എല്ലാവർക്കും ദൈവദാസന്മാർക്കും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇനി ഞങ്ങളുടെ കുടുംബത്തിനകത്ത് എല്ലാത്തിനോർത്തും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. അടുത്ത എൻ്റെ മമ്മി കാലിന് പ്രയാസത്താൽ ഭാരപ്പെട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥന വലുതായിരുന്നു എങ്കിലും ഇപ്പോഴും നീരായി കാല് കുത്താൻ വയ്യാതെ ഭാരപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. അപ്പച്ചനെ അമ്മച്ചി എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. ശാരീരികമായി ഭാരപ്പെട്ടിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥന ആവശ്യിച്ചുകൊണ്ട് ഞാനിരുന്നോളൂ. ദൈവത്തിന് സ്വന്തം കഴിഞ്ഞ ആഴ്ച കർത്താവിനെ കഷ്ടു വരാൻ എന്നെ വെടിവെച്ചു. എൻ്റെ സെക്കൻഡ് സെമ്മിൻ്റെ റിസൾട്ട് വരാൻ ദൈവം സഹായിച്ചു. എനിക്ക് നല്ലൊരു വിജയം കഷ്ടമാക്കാൻ ദൈവം സഹായിച്ചു. അടുത്ത ആഴ്ചയോടെ എൻ്റെ തേർഡ് സെമ്മിൻ്റെ ക്ലാസ് തുടങ്ങിയാണ്. ഞാൻ ബാംഗ്ലൂരിലേക്ക് അടുത്ത ആഴ്ച പോകാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് ഇതിലേക്ക് പ്രാർത്ഥിക്കണം. I praise and thank Lord for giving this wonderful opportunity to stand in midst of your and testify His holy name. I'm glad to be part of this worship together with my parents, cousins, and all my relatives, and to worship the name of Lord and Savior Jesus Christ. Past days, God has been good to me. He kept me safe from all harms and danger, and if God permits, I'll return back to Bangalore today. I request you all to please do remember me in your prayers, so that wherever I might be, I'll live a life that is pleasing to God and glorify His name. Thank you. ഞാൻ എഴുന്നേറ്റതിന് എന്നോട് ക്ഷമിക്കണം. ഞാൻ സാങ്കുട്ടി വിദേശത്ത് വന്നെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എൻ്റെ പൈതൽ ചെയ്ത എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കുഞ്ഞ് എൻ്റെ മകൻ വിദേശത്ത് പഠിച്ച് നിൽക്കുമ്പോൾ അഡ്മിഷൻ കിട്ടാതെ എൻ്റെ മോൻ വളരെ ഭാരപ്പെട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സാങ്കുട്ടി സഹോദരൻ മോൻ്റെ ആ പരിചയത്തിന്മേൽ പൈതൽ പഠിക്കാൻ പോയി. ഞാൻ ഇന്നും നന്ദിയുള്ളതാണ്. ദൈവം നാമം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു വാക്ക് പറയാതെ ഇരുന്നാൽ ദൈവം, ഞാൻ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നു. എങ്കിലും ഒരു കാര്യം പറയുവാനാ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരുമില്ല. ദൈവമക്കൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ അനേക സ്ഥലങ്ങളിൽ പോയി പഠിക്കുകയും ജീവിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഭവനത്തിൻ്റെ വിഷമം, ആ ഭവനത്തിൻ്റെ മാതാപിതാക്കളുടെ പ്രയാസം നമ്മളാരും കാണത്തില്ല. നമ്മുടെ നാവിൽ നിന്ന് ഒരു വാക്ക് പ്രവർത്തിച്ചാൽ ദൈവം അനേക നന്മകൾ കാണുവാൻ ഇടയാകും. സാങ്കുട്ടി മോനെ ദൂരെ നിന്ന് വിളിച്ചു. എൻ്റെ മകൻ പറഞ്ഞു, സാങ്കുട്ടി എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ ഇല്ല, കിട്ടിയിട്ടില്ല, എൻ്റെ മകന് ഒരു അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞു. എങ്കിലും കർത്താവ് പൈതലിനോട് സംസാരിച്ചു. ഞങ്ങളുടെ കഴിവും എടുക്കോ ഞങ്ങളുടെ പൈസ ഒന്നുമല്ല, കുഞ്ഞ് പോയി പഠിക്കുവാൻ ആഗ്രഹിച്ച പോയി അവനവിടെ ഞങ്ങൾ കേട്ടെടുത്തോളൂ, നല്ല അനുഗ്രഹമായിരിക്കുന്നു. അതിന് വേണ്ടി പ്രവർത്തിച്ച
സാങ്കുട്ടിയും കുടുംബത്തിനും ഞങ്ങളുടെ നെടുടെ പാപ്പച്ചാനും ഒക്കെ മരിച്ചുപോയെങ്കിലും കുടുംബത്തിനുമൊക്കെ ഞാൻ നന്ദിയുള്ളവളായിരിക്കുന്നു. ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു. തുടർന്ന് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയങ്ങളെ വിനിയോഗിക്കുന്നു. പ്രിയ ജോണച്ചായന് വേണ്ടി കഴിഞ്ഞ നാളുകളിലൊക്കെ സഭ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഇന്ന് പകൽ വേളയിൽ നമ്മളോടൊപ്പം ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം അവസരം ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത് തുറന്നും ആരോഗ്യത്തോടെ ബലത്തോടെ സൗഖ്യത്തോടെ കർത്താവ് സൂക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ വിദേശങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വിളിക്കുകയും സ്നേഹാന്വേഷണം അറിയിപ്പാനായിട്ട് ഇടവന്നു. ബ്രദർ ലൈവിൻ, അതുപോലെ സൗദിയിൽ നിന്ന് സജിനി സിസ്റ്റർ, കാലിഫോർണിയയിൽ നിന്ന് ബിജു സാറ്, അതുപോലെ പ്രിയ ബ്ലസ്സനും അനീറ്റയും അവർ സേഫായിട്ട് എത്തി സഭയെ തങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിച്ചിട്ടുണ്ട്. നമുക്ക് പ്രിയപ്പെട്ടവരെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാൻ പറയപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പസമയങ്ങൾ ചേർന്നെല്ലാവരും സ്തോത്രം ചെയ്ത് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചില നിമിഷങ്ങൾ സഭ ഒരുമിച്ച് ഏകഹൃദയത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. വിടുതൽ കർത്താവ് നൽകുമെന്ന് നമ്മുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. അതുകൊണ്ട് ചേർന്ന് എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിദേശങ്ങളായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ ലൈവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സജിനി സിസ്റ്ററെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരായിരിക്കുന്ന അവിടെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബിജു സാറിൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ ബ്ലസ്സിനെ അനീറ്റിയെല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിലായിരിക്കുന്നവരെ, കേരളത്തിന് വെളിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ സുരക്ഷാ വലയത്തിനുള്ളിൽ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾ ഒരുക്കപ്പെടുന്നു. ബോർഡ് എക്സാമിനേഷൻ എഴുതുന്ന ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവർക്ക് നന്നായി പഠിപ്പാനും ഉന്നത വിജയം ലഭിപ്പാനും കർത്താവ് അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ രാജു പാസ്റ്റർക്ക് കുടുംബമായി ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഞങ്ങളുടെ മക്കളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവയോടുള്ള സഭയെ, ദൈവജനത്തെയൊക്കെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ മധ്യത്തിൽ കർത്താവെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹത്തോടെ കർത്താവ് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ഗിൽബർട്ടിനെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കടന്നു വരുവാൻ പ്രിയ പൈതലിനെ കർത്താവ് സഹായിച്ചല്ലോ. ഇന്ന് മടങ്ങിപ്പോകുമ്പോൾ തിരുസാന്നിധ്യം കർത്താവെ ഉണ്ടായിരിക്കുമാറാകണമേ. സേഫായിട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോൺസിക്കും കർത്താവെ, പ്രിയ പോളിനും കർത്താവ് കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് ജയത്തെ ഓർത്തു നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രിയ ജോൺസിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തുടർന്നുള്ള വഴികൾ, വാതിലുകൾ, പ്രിയ പൈതലിൻ്റെ ഫ്യൂച്ചറിനെയൊക്കെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോൺകുട്ടി ബ്രദറിൻ്റെ കുടുംബത്തെ ഞങ്ങൾ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹത്തോടെ നടത്തുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഏലമാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശാരീരിക ക്ലേശങ്ങളിലൂടെയൊക്കെ അങ്ങയുടെ മകൾ കടന്നുപോയി. കർത്താവ് കൊടുത്ത സൗഖ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം, ആരോഗ്യവും ബലവും കർത്താവ് നൽകുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പ്രിയ കുഞ്ഞമാമയെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രിയ ബ്ലസ്സിന് വേണ്ടി, അനിറ്റയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവെ, പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. റോസമാമയെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ജോബിനിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജിൻസിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജെൻസിയെയും പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ ശാരീരിക ക്ലേശങ്ങളും പൂർണ്ണമായ വിടുതൽ സൗഖ്യവും നൽകി കർത്താവ് ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവ് സൂക്ഷിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, സാംകുട്ടി പാസ്റ്ററെ കുടുംബമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ചുരുക്കം ദിനങ്ങളിലേക്ക് വേണ്ടി അങ്ങയുടെ മക്കൾക്ക് രണ്ടുപേർക്കും കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഈ ദിവസങ്ങളിലൂടെ ആയിരിക്കുന്നവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ബുധനാഴ്ച കടന്നു പോകുന്ന യാത്രയിൽ കർത്താവ് കൂടിയിരിക്കണമേ. കർത്താവ്, അവിടെയുള്ള സഭയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ്, അങ്ങയുടെ മകനെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും ഭംഗിയായി ചെയ്യുവാൻ ആവശ്യമേറിയ ദൈവകൃപ കർത്താവ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ടൈറ്റസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതലിനെയും കർത്താവ് അവിടെ സേഫായിട്ട്
കാത്ത് സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തങ്കമാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മകളെയും ശാരീരികമായി കർത്താവ് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ജോർജാന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവ് സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവെ. പ്രിയ ജോർജ് കുട്ടിച്ചാൻ പറഞ്ഞ പ്രാർത്ഥന വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മുറ്റത്തെ കൺവെൻഷനെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, ആക്സിഡൻറ്റിൽ മൂലം കർത്താവെ ഭവനത്തിലായിരിക്കുന്ന പ്രിയ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം കർത്താവ് നൽകുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാനിയേൽ ചാനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മകനെ ആരോഗ്യത്തോടെ ബലത്തോടെ സൗഖ്യത്തോടെ കർത്താവ് സൂക്ഷിക്കണമേ. ഓരോ ദിവസവും മുന്നേറുവാൻ ആവശ്യമേറിയ ശാരീരിക ബലത്തെ കർത്താവ് നൽകുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ചെങ്കുളത്തുള്ള ജോർജ് ടി പാസ്റ്ററുടെ ശാരീരിക വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ. നാളെ നടക്കുന്ന ഫ്യൂണറൽ സർവീസൊക്കെ അനുഗ്രഹത്തോടെ നടപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോസാറിനെ കുടുംബമായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാളെ കർത്താവെ കർത്താവെ ഓപ്പണിംഗ് നടക്കുന്നല്ലോ, അത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, നന്മയ്ക്ക് കാരണമായി തീരുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുജു ബ്രദറിനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്ന് നടക്കുന്ന പ്രാർത്ഥന അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. നാളെ അങ്ങയുടെ മകനും മടങ്ങിപ്പോകുന്ന യാത്രയിൽ കർത്താവ് കൂടിയിരിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവെ, പ്രിയ ജോണച്ചായനെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കഴിഞ്ഞ കർത്താവെ കുറേ നാളുകൾ ശാരീരികമായി ക്ഷീണാവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയി. ഇന്ന് കർത്താവിനെ ആരാധിപ്പാൻ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അങ്ങയുടെ മകനെ മേൽ സൗഖ്യത്തിൻ്റെ ശക്തിയെ കർത്താവ് പകരണമേ. ഉച്ച മുതൽ ഉള്ളങ്കാലുവരെയും കർത്താവെ അങ്ങയുടെ അദൃശ്യമായ കരസ്പർശിച്ച് സൗഖ്യം പ്രാപിച്ചവനായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. പ്രിയമാമയെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ഫെയ്ത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതനെല്ലാം കർത്താവ് ഞങ്ങളോടൊപ്പം ഇന്ന് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. തുടർന്നുള്ള പഠനത്തിൽ കൂടിയിരുന്ന് കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. മേഴ്സി സിസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൂർണ്ണമായ സൗഖ്യം അങ്ങയുടെ മകൾക്കും കർത്താവ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറിയമാമയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കണമേ. ആവശ്യങ്ങൾ കൂടിയിരിക്കണമേ. ഇന്ന് ഈ പകൽ വേളയിൽ ആലയത്തിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും യൗവനക്കാരെയും സൗരമാരെയും വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ശാരീരിക കലശങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടുന്ന വേളയിൽ സ്തോത്ര കാഴ്ചയും കൂടെ എടുക്കാവുന്നതാണ്. സൗഭാഗ്യം ഇക്ഷിരിയിൽ ഇല്ല മറ്റെന്നും നിശ്ചയമാ. ഇത്ര സൗഭാഗ്യം ഇക്ഷിരിയിൽ ഇല്ല മറ്റെന്നും നിശ്ചയമാ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരെ മഞ്ഞിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരെ മഞ്ഞിലുള്ളൂ. ആശ്രയം യേശുവിൻ എന്നതിനാ ഭാഗ്യവാൻ
നാൾ മുഴുവൻ ഒന്നിനും തന്നിടമെന്നിയെ ഉയർന്നു ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ ഒന്നിനും തന്നിടമെന്നിയെ ഉയർന്നു ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ ആശ്രയം യേശുവിലെന്നാദി